ദേശീയപാത മേൽപ്പാല നിർമ്മാണം കാരണം കുരുക്കിലായി കണ്ണന്നൂർ നിവാസികൾ. ദേശീയപാതയിലൂടെ കടക്കാനാകാതെ പ്രദേശവാസികളും യാത്രക്കാരും. ദുരിതം എന്നു തീരുമെന്നറിയാതെ പ്രതിഷേധവുമായി പൊതുപ്രവർത്തകരും. കണ്ണന്നൂർ ദേശീയപാത ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കി ദേശീയപാത മേൽപ്പാല നിർമ്മാണം. മേൽപ്പാലത്തിനായി പുനർനിർമ്മാണം നടക്കുമ്പോൾ പാലിക്കേണ്ട ചട്ടങ്ങൾ ദേശീയപാത അധികൃതർ പാലിക്കുന്നില്ലെന്നാണ് പരാതി. മേൽപ്പാലത്തിനായി അടിപ്പാത നിർമ്മിക്കും മുമ്പേ പാത അടച്ചിട്ടതു കാരണം കണ്ണന്നൂരിൽ നിന്ന് മാത്തൂർ ഭാഗത്തേക്കും തിരിച്ചും പോകേണ്ട യാത്രക്കാരാണ് ദുരിതത്തിലായത്. കുറച്ചു നാളായി ജംഗ്ഷനിൽ നിന്ന് അല്പം അകലെ വഴി തുറന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം അതും അടയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ചെറിയ ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രമാണ് ഇതിലൂടെ കടക്കാനാകുന്നത്. സമീപത്തെ വെള്ളക്കെട്ടും നിരവധി വാഹനങ്ങളുടെ തൃശൂർ ഭാഗത്തേക്കും തിരിച്ചുമുള്ള ഗതാഗതവും കാരണം വലിയ കുരുക്കാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. മഴ കൂടിയായതോടെ നിർമ്മാണ സ്ഥലത്തെ വെള്ളക്കെട്ട് സമീപത്തെ കടകളിലേക്കും ശല്യമായിരിക്കുകയാണ്. കച്ചവടം കുറഞ്ഞതായും റേഷൻ കടയിലേക്കും മറ്റും പോകുന്നവർക്കും ഓട്ടോ യാത്രക്കാർക്കും പ്രയാസം നേരിടുന്നതായി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസ് നേതാവ് ആർ റിനിൽ UTVയോട് പറഞ്ഞു. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ മേൽപ്പാലം പണിയുടെ ഭാഗമായി ഇവിടെ കണ്ണന്നൂർ ജംഗ്ഷനിൽ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള ഗതാഗത സംവിധാനമായ ബസ് ഈ വശത്തേക്ക് കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ആളുകൾക്ക് പഞ്ചായത്തിലേക്കോ വില്ലേജിലേക്കോ മറ്റൊക്കെ ആവശ്യങ്ങൾക്ക് പോകുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് ഓട്ടോ പിടിച്ച് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓട്ടോ വിളിച്ചാൽ തന്നെ വലിയ നിലയിലേക്ക് ഒരു തുക ഈടാക്കുന്ന തരത്തിലേക്ക് വലിയൊരു സാമ്പത്തിക ചെലവ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ റോഡിൽ ഉൾപ്പെടെ വെള്ളം കെട്ടി കിടന്ന് ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സാഹചര്യം ഉണ്ടായിട്ട് ബന്ധപ്പെട്ട അധികൃതരോട് സംസാരിച്ചപ്പോഴും ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന ഒരു നടപടിയും അവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എല്ലാ ഭാഗത്തു നിന്നും വാഹനങ്ങൾ കടക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലാണ് ഈ വെള്ളക്കെട്ട് നിൽക്കുന്നത്. ആളുകൾക്ക് കച്ചവടക്കാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഒന്ന് പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേയിലാണ് ഇത്രയും വെള്ളം നിൽക്കുന്നതെന്ന് അവിടെ ബന്ധപ്പെട്ട അധികാരികളോട് പറഞ്ഞിട്ടും ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. കളക്ടർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. കച്ചവടക്കാരും ബുദ്ധിമുട്ടുകൾ പങ്കുവച്ചു. കുഴൽമന്നം ഭാഗത്ത് ഇതുപോലെ മേൽപ്പാലം പണിയുണ്ടായിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ജനജീവിതം പൂർണ്ണമായി ദുസ്സഹമാക്കുന്ന രീതിയിലേക്കുള്ള അവിടെ ആദ്യം പാലം പണിതു. അത് അവസാന ഘട്ടത്തിൽ ചെയ്യേണ്ടത് ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത് അവസാന ഘട്ടത്തിലാണ് ചെയ്യുന്നത്. UTV ന്യൂസ്, പാലക്കാട്.